കരയടാ ചെറുപ്പക്കാരാ. എന്തോ തിട്ടാ കരയേണ്ടത്? കബറിനെ ഒത്തിട്ട് കരയണം. മാഹീര പെണ്ണിനെ കണ്ടുക, ചൊക്ലിയിലെ പെണ്ണിനെ കണ്ടുക. കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിക്കുമ്പോ മാഹീര പെണ്ണ്, ചൊക്ലിയിലെ പെണ്ണ്, ആ പെണ്ണ് അരക്കി പോട്ട് തുണി ഉടുക്കാത്ത സംസ്കാര ലോകത്ത് പഠിപ്പിക്കാൻ ഏതോ ഒരു അശ്ലീലത്തിന്റെ പാട്ടുപാടിയ പെണ്ണിന് മറുപടി കൊടുക്കാൻ തുനിഞ്ഞിറങ്ങിയ ചെറുപ്പക്കാരാ. കോഴിക്കോട് ചുള്ളന്മാരെ കണ്ടുക, കാസർഗോഡ് ചുള്ളന്മാരെ കണ്ടുക, ചൊക്ലിയിലെ പെണ്ണിനെ കണ്ടുക. ഏത് കാണിച്ചു കൊടുക്കാനാണ് ഈ പെങ്ങള്? ആരെ കാണിച്ചു കൊടുക്കാന്നാ നീ വിളിച്ചത്? നീ എന്താ കാണിച്ചു കൊടുക്കുക? ഈ നിന്റെ വെളിവെളുത്ത തൊലിപ്പെളുപ്പല്ലേ കാണിച്ചു കൊടുക്കുക? കാസർഗോഡ് ചുള്ളന്മാരെ നിങ്ങൾ എന്താ കാണിച്ചു കൊടുക്കുക? ഈ കാണുന്ന പേശിയുമെടുക്കോ, അതല്ല നിന്റെ ശരീരത്തിന്റെ വടിവോ? ചൊക്ലിയിലെ പെണ്ണ്, നീ കാണിച്ചു കൊടുക്കുന്നത് ഈ വെളുവെളുത്ത തൊലിയാണെങ്കിൽ ഏത് വെളുവെളുത്ത തൊലിയാണ് ഈ പെണ്ണ്? നാളെ കബറിൽ കൊണ്ടുപോയി മണ്ണിട്ട് മൂടിയാൽ 4 ദിവസം കഴിഞ്ഞാൽ ചിതലും പുഴുക്കളും നിന്നെ അരിച്ചു തീർക്കുന്ന ഈ വെള്ളത്തൊലിയാണോ കാണിച്ചു കൊടുക്കുക? നാളെ 4 ദിവസം കഴിഞ്ഞാൽ ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടത് സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള അമൃതുലമായ ശരീരമേ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. 4 ദിവസം കഴിഞ്ഞാ കാണിച്ചു കൊടുക്കാമെന്ന് നീ പരിവളയിട്ട് നിന്റെ കണ്ണുണ്ടല്ലോ പെണ്ണു. 4 ദിവസം കഴിഞ്ഞ് നിന്റെ പള്ളിക്കാട്ടിൽ നിന്നെ അടക്കിയ കബറിന്റെ മൂടി ഒന്ന് തുറന്ന ആ കണ്ണിരിക്കുന്ന സ്ഥലത്ത് 2 ഗുഹകളാ. ഉടനെ മുഖമിൽ കാണുമേ ഗുഹ 2, കാണുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. 2 ഗുഹകളാ കാണുന്നതെങ്കിൽ ഈ തൊലിവെളുപ്പിന്റെ പേരിൽ ആവാസത്തിന്റെ ഈരടികൾ സൃഷ്ടിച്ച പെണ്ണ് അല്ല പറയുകയാ, നിനക്ക് പാതിരാത്രിയിൽ സുജൂദിൽ കിടന്നിട്ട് ഒന്ന് കരയാൻ പറ്റൂ? ഞാൻ ചോദിക്കുകയാ ചൊക്ലിയിലെ പെണ്ണിനോട്, മാഹീര പെണ്ണിനോട്, അതിന് മറുപടി കൊടുത്ത കാസർഗോഡ് ചുള്ളന്മാരോട്, ആണത്തമുണ്ടോടാ കുട്ടിയെ? ആണത്തമുണ്ടോടാ കുട്ടിയെ? ഞാനൊരു പാട്ട് പാടിത്തരാം. പാതിരാ സമയത്ത് നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയുടെ മുകളിൽ കയറിയിട്ട് ലൈറ്റെല്ലാം ഓഫാക്കി കൂരിരുട്ടിൽ നീ ഒറ്റക്കിരുന്ന് പാടാൻ ഈ കാസർഗോഡ് ചുള്ളന്മാരെ ഞാൻ വിളിക്കുകയാ. കല്യാണം നടക്കുന്നതിന്റെ തലേ ദിവസം മൊഞ്ചായിട്ട് പത്രത്തിൽ ഫോട്ടോ കൊടുത്ത് ആവാസത്തിന്റെ ആഡംബരത്തിന്റെ മറ്റൊരു സംസ്കാരത്തിന് തിരികൊളുത്തിയ എന്റെ കാസർഗോഡുകാരാ, കേരളത്തിന്റെ 13 ജില്ലയിലും അങ്ങനെ ഒരു സംസ്കാരമില്ല. കല്യാണത്തിന്റെ തലേ ദിവസം കെട്ടാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ ഫോട്ടോ എടുത്തിട്ട് ആഡംബരത്തിന് മറ്റൊരു സമവാക്യം കൊടുത്ത, പുതിയാപ്പിളയെ കൊണ്ടുപോകാൻ കുതിരപ്പുറത്ത് പോയ ചെറുപ്പക്കാരാ, ദേശമുള്ളത് കൊണ്ടല്ല ഒരു സഹോദരനെ പോലെ ചോദിക്കുകയാ, ആണത്തമുണ്ടോ? നട്ടല്ലിന് പരമുണ്ടെങ്കിൽ പാതിരാ സമയത്ത് നിന്റെ ബെഡ്റൂം അടച്ചിട്ട് ഇരുട്ടത്തിരുന്ന് നീ പാടുവോ ചൊക്ലിയിലെ പെണ്ണേ? ഏതാന്നറിയോ? പരമ്പിരി ചുമ്മായിട്ട് ശുങ്കിൽ നടക്കുന്ന സുജത്ത് നാമു കൊണ്ടു നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലെ, കബറന്ന ഭയങ്കര വീട്ടിലെ. പാടടാ ധൈര്യമുണ്ടെങ്കിൽ പാതിരാത്രിയിൽ നിന്റെ വീട്ടിലെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നിനക്ക് പാടാൻ ധൈര്യമുണ്ടോ? കഥ എന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലെ നിന്നെ കൊണ്ടുപോയി 6 അടി മണ്ണിലും മരത്തിൽ കിടത്തിയിട്ട് പിടിമണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും തിരിച്ചു പോവുകയാ. നിന്റെ ശരീരത്തിൽ മണ്ണ് വാരിയിട്ടു ആര്? നിന്റെ മക്കൾ. നിന്റെ മക്കൾ. ഞാനൊരു പുതിയ വീടെടുക്കുന്നുണ്ട്, അവിടെ ജോലിക്ക് പോയി ജോലിക്കാരുടെ കൂടെ നിന്ന് തിരിച്ചു വരുമ്പോ എന്റെ ശരീരത്തിൽ കുറച്ച് മണ്ണ് വരണ്ടിട്ടുണ്ട്. ഞാൻ വീട്ടിലിരിക്കുമ്പോ എന്റെ 2ാമത്തെ മോൻ 5 വയസ്സുകാരൻ സിനാൻ, അവൻ ഓടി വന്ന് എന്റെ അടുക്കൽ വന്ന് മടിയിലിരുന്ന് കൊഞ്ചിക്കുടഞ്ഞ മക്കളെ വകതിന്റെ ഇടയിലൊന്ന് താലോലിക്കാൻ കിട്ടുന്ന സമയത്ത് കിട്ടുമ്പോ അവൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, വാപ്പി മുതുകത്ത് മണ്ണിരിക്കുന്നുണ്ട്. അവന്റെ കുഞ്ഞിളം വിരലുകൊണ്ട് എന്റെ ശരീരത്തിലെ മണ്ണ് മുഴുവൻ അവൻ തുടച്ചു മാറ്റി. എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കി നിന്നു. വാപ്പയുടെ ശരീരത്തിൽ ഒരു പിടി മണ്ണിരിക്കുന്നത് അവനെ സഹിച്ചില്ല. ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ മുത്തിന്റെ കവളത്തൊരു മുത്തം കൊടുത്തു.
പക്ഷേ ഇന്ന് ഞാൻ മരിച്ചാൽ നാളെ എന്റെ മയ്യത്ത് എന്റെ വീടിന്റെ മുമ്പിലെത്തിയാൽ എന്റെ പള്ളിപ്പറമ്പിൽ എന്നെ കൊണ്ടുപോയി മലത്തി കിടത്തുമ്പോ എന്റെ ഈ പൊന്നുമോന്റെ കയ്യിലാരെങ്കിലും ഒരു പിടി മണ്ണ് വാരി കൊടുക്കില്ലേ? അവനാ മണ്ണി വാപ്പയുടെ മുതുകത്ത് കവളത്തേക്ക് വലിച്ചെറിയുകയാണ്. ജീവിച്ചിരുന്നപ്പം വാപ്പയുടെ മുതുകത്ത് ഒരു പൊടി മണ്ണ് സഹിക്കാത്ത പൊന്നുമോനാണ് എന്റെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിടുന്നത്. ഖബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമെല്ലൊരു കൊണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ദുർഗന്ധമാല കബറ് മുഴുവൻ നാറും, നിനക്കുള്ള മാംസം മെല്ലെ അഴുകും തോറും. ഞാൻ നിർത്തണം. ഞാനൊരു ഭാര്യയും ഭർത്താവിനെ പറഞ്ഞുതരാൻ വേണ്ടി പാടിയതാ. ഓർക്ക് എല്ലാം മറക്കും. ഇപ്പൊ നീ എന്തോർക്കണം? ഖബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. നിന്നെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ പിടിച്ചിറക്കുന്ന ഖബറിന്റെ ആഴത്തെ കുറിച്ച് നീ ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കൊണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഇത്രയും ചെറിയൊരു കുഴി നീ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുണ്ടാവില്ല. അല്ലാഹു നമ്മുടെ ഖബറിനെ നന്നാക്കി തരട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ ഖബർ വിശാലമാക്കി തരട്ടെ. എന്റെ മക്കളാണ് എന്റെ പുറത്തേക്ക് മണ്ണ് വാരിയിട്ട്, അവരെല്ലാം മണ്ണിട്ട് മൂടി. എന്നിട്ട് ഖബറിന്റെ മുകളിൽ ഒരു കല്ലും വെച്ചു അടയാളത്തിൽ. പെരുങ്കല്ല് മുകളിൽ വെച്ചു മിനാ തൊട്ട് ഓതിയിട്ടു മണ്ണും ഇട്ട് സ്ഥലവും വീട്ട്. മണ്ണിട്ട് മൂടി, അതിന്റെ മുകളിൽ ഒരു പെരുങ്കല്ലും വെച്ചു. എന്നിട്ടെല്ലാവരും അവിടെ നിന്ന് തിരിച്ചുപോയി. ഞാൻ എന്റെ ഖബറിന്റെ ഉള്ളിൽ ഒറ്റക്കാണ്. മുകളിലും മണ്ണ്, താഴെയും മണ്ണ്, ഇടത്തും മണ്ണ്, വലത്തും മണ്ണ്. എനിക്ക് കൂട്ടുകാരായി എന്നെ ഓർക്കാൻ ആരുമില്ലല്ലോ. ഞാൻ എന്റെ ഖബറിന്റെ ഉള്ളിലേകനാണല്ലോ. അഹമ്മദ് കബീറിനെ കുറിച്ച് ഓർക്കാൻ ആരുമില്ല, സംഘാടകരുമില്ല, വഹുതാക്കാൻ വന്നവരില്ല, ആരുമില്ല. ഞാൻ എന്റെ മണ്ണിന്റെ ഉള്ളിൽ ഒറ്റക്ക. അപ്പൊ നമ്മൾ ഓർക്കാൻ ഒരാൾ വേണ്ടേ? വേണോ? വേണോ? എന്റെ മക്കൾ മണ്ണിട്ട് മൂടി തിരിച്ചുപോയി. എല്ലാരും പെണ്ണെ നീ അതിന്റെ ഉള്ളിൽ കിടക്കുക. ആ സമയത്ത് നിന്നെ ഓർക്കാൻ ഒരാളെ നീ ഇവിടെ സൃഷ്ടിക്കണം. അത് സ്നേഹത്തിനെ കഴിയും. അവരാരാ?